ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം ومن يعص الله ورسوله فقد ضل ضلالا مبينا وإذ تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا ما كان على النبي من حرج فيما فرض الله له سنة الله في الذين خلوا من قبل وكان أمر الله قدرا مقدورا الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين اللهم علمنا ما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أما بعد السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ അഹ്സാബിലെ 36 മുതൽ 39 വരെ സൂക്തങ്ങളാണ് ഇന്ന് നാം പഠിക്കുവാൻ ശ്രമിക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. ഒരു സത്യവിശ്വാസിനിയും അള്ളാഹുവും അവന്റെ ദൂതനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ കാര്യത്തിൽ സ്വന്തമായ ഒരഭിപ്രായം സ്വീകരിക്കരുത്. അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും കൽപ്പന അംഗീകരിക്കുവാൻ എല്ലാ വിശ്വാസികളും വിശ്വാസിനികളും ബാധ്യസ്ഥരാകുന്നു. ഇസ്ലാമിക ആദർശം അംഗീകരിക്കുക എന്നതിന്റെ താൽപര്യം അള്ളാഹുവും അവന്റെ ദൂതനും കൽപ്പിക്കുന്ന വിഷയം പൂർണ്ണമായി അംഗീകരിക്കുക, അനുസരിക്കുക എന്നതാണ്. ആ വിഷയത്തിൽ സ്വന്തമായ മറ്റൊരഭിപ്രായം രൂപപ്പെടുത്തുവാൻ സത്യവിശ്വാസികൾക്ക് അവകാശം ഇല്ല. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആരെങ്കിലും ധിക്കരിക്കുകയാണെങ്കിൽ അവർ വ്യക്തമായ വഴികേടിലായിരിക്കും. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ ധിക്കാരത്തിലും അനുസരണക്കേടിലുമാണ്. അവർ തികഞ്ഞ വഴികേടിലായിരിക്കും. ഇസ്ലാമിക ആദർശം അംഗീകരിക്കുക എന്നതിന്റെ അടിസ്ഥാനപരമായ താൽപര്യമാണത്. ഓരോ വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും ബാധ്യതയാണത്. ഖണ്ഡിതമായി അള്ളാഹു വിധിച്ച ഒരു വിഷയത്തിൽ സ്വന്തമായി തെരഞ്ഞെടുക്കാനുള്ള മറ്റൊരു കാര്യം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വിശ്വാസികൾക്കില്ല. അൽ ഖിയറ എന്നത് ഖാറ എന്ന ക്രിയയിൽ നിന്നാണ് നിഷ്പന്നമായിട്ടുള്ളത്. തെരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കുക എന്നാണ് ഖാറ എന്നതിന്റെ അർത്ഥം. തഫ്സീറുകളിൽ ഇതിന് അൽ ഇഖ്തിയാർ എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായിക്കൊണ്ട് സബബുൻ നുസൂലായി
തഫ്സീറുകളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അടിമയായിരുന്ന സെയ്ദ് ബിൻ ഹാരിസയെ വിവാഹം ചെയ്യുവാൻ തന്റെ പിതൃ സഹോദരി ഉമൈമ ബിൻതു അബ്ദുൽ മുത്തലിബിന്റെ മകൾ സൈനബ് ബിൻത് ജഹ്ഷിനോട് ആവശ്യപ്പെട്ടപ്പോൾ സൈനബും സഹോദരൻ അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷും അനുകൂലമായി പ്രതികരിച്ചില്ല. കാരണം കുലീന കുടുംബത്തിൽ ജനിച്ച ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഉന്നതമായ തറവാട്ടിൽപ്പെട്ട താൻ അടിമയായ സെയ്ദിനെ വിവാഹം കഴിക്കുക എന്നത് അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷെ ഈ വിഷയത്തിൽ അള്ളാഹുവും അവന്റെ റസൂലും അങ്ങനെയൊരു കൽപ്പന നടത്തിയാൽ പിന്നീട് അത് അനുസരിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ സർവാത്മന പ്രവാചകന്റെ മുമ്പിൽ അവർ സമർപ്പിക്കുകയും സെയ്ദിനെ വിവാഹം ചെയ്യുവാൻ സമ്മതിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, അഥവാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല അവന്റെ ആഗ്രഹവും ഇച്ഛയും ഞാൻ കൊണ്ടുവന്ന നിയമത്തിന് അനുഗുണമായി ഭവിക്കുവോളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്താണോ തദാനുസാരം തന്റെ ദേഹേച്ഛയെ അതിനെ അനുകൂലമാക്കുക എന്നതല്ലാതെ പ്രവാചകന്റെ കൽപ്പനയുമായി ഇടയുന്ന തരത്തിലുള്ള ദേഹേച്ഛ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു പറഞ്ഞു, ഫലാ റബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ, തർക്കമുള്ള വിഷയങ്ങളിൽ അന്തിമമായി വിധികർത്താവായി താങ്കളെ അംഗീകരിക്കുവോളം, താങ്കളുടെ വിധിയിൽ യാതൊരു തരത്തിലുള്ള നീരസവും പ്രകടിപ്പിക്കാതെ സർവാത്മനാ സമർപ്പിതരാകുവോളം അവർ വിശ്വാസികളാവുകയില്ല. وإذ تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. وإذ تقول താങ്കൾ പറഞ്ഞ സന്ദർഭം, നീ പറഞ്ഞ സന്ദർഭം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭം, ലില്ലദീ ഒരാളോട് അൻഅമല്ലാഹു അലൈഹി അല്ലാഹു അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവനിൽ ഔദാര്യം ചൊരിഞ്ഞിരിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. താങ്കൾ അദ്ദേഹത്തോട് പറഞ്ഞ സന്ദർഭം, വഅൻഅംത അലൈഹി താങ്കളും അദ്ദേഹത്തോട് ഔദാര്യം ചെയ്തിരിക്കുന്നു, അഥവാ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും അനുഗ്രഹം ലഭിച്ച ആ വിശിഷ്ട വ്യക്തിയോട് താങ്കൾ പറഞ്ഞ സന്ദർഭം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് എന്ത് പറഞ്ഞു? അംസിക അലൈക സൗജക, നീ നിന്റെ ഭാര്യയെ നിന്റെ കൂടെ നിർത്തുക, വത്തഖില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പന മാനിച്ചുകൊണ്ട് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു സൈനബ് ബിൻത് ജഹ്ഷിനെ വിവാഹം ചെയ്തു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞതേയുള്ളൂ. അതിനിടയിൽ തന്നെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും സൈനബിന് സെയ്ദുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ഒരവസ്ഥ വരികയും ചെയ്തു. മനഃശാസ്ത്രപരമായി വ്യത്യസ്ത ധ്രുവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ ഇസ്ലാമിക ആദർശത്താൽ ഇണക്കുവാനും വിളക്കിയെടുക്കുവാനുമുള്ള വിപ്ലവകരമായ സാമൂഹ്യ പരിവർത്തനം സാധിക്കാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമം വിജയം കാണാതെ വന്നപ്പോൾ സെയ്ദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് ഒത്തുപോകാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ സൈനബിനെ വിവാഹമോചനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, പെട്ടെന്ന് നീ ധൃതി പിടിച്ച് തീരുമാനിക്കരുത്. അംസിക അലൈക, നീ അവരെ നിന്റെ കൂടെ തന്നെ നിർത്തുക. സൗജക്ക, നിന്റെ ഭാര്യയെ പരമാവധി ഒത്തുപോകാൻ നിങ്ങൾ ശ്രമിക്കുക. വത്തഖില്ല, അള്ളാഹുവിനെ ഭയപ്പെടുക. പവിത്രമായ ഒരു ബന്ധമാണ്
വിവാഹം എന്ന ഉടമ്പടിയിലൂടെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. അത് അല്പം കൂടി സാവകാശം നൽകുക, ഇണങ്ങാനും പൊരുത്തപ്പെടാനുമുള്ള അവസരങ്ങൾ ഉണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കുക, പെട്ടെന്നൊരു തീരുമാനമെടുക്കരുത് എന്ന് പറഞ്ഞു. വതുഖ്ഫീ ഫീ നഫ്സിക, എന്നാൽ താങ്കൾ താങ്കളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു, മാ ഒന്നിനെ അല്ലാഹു മുബ്ദീഹി, അല്ലാഹു അതിനെ വെളിവാക്കുന്നവനാണ്. അല്ലാഹു പ്രവാചകനോടാണ് സമ്മതിക്കുന്നത്. താങ്കളുടെ നഫ്സിൽ ഒരു കാര്യം താങ്കൾ ഒളിപ്പിച്ചു വെച്ചു, ആ ഒളിപ്പിച്ചു വെച്ച കാര്യം അല്ലാഹു വെളിവാക്കാൻ പോവുകയാണ്. വതഖ്ശന്നാസ, താങ്കൾ ജനങ്ങളെ ഭയപ്പെടുന്നു. വല്ലാഹു അഹഖു അൻ തഖ്ശാഹു, താങ്കൾ ഭയപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളത് അല്ലാഹുവാണ്. ഇവിടെ എന്താണ് പ്രവാചകൻ ഒളിപ്പിച്ചു വെച്ച കാര്യം എന്നതിനെക്കുറിച്ച് മുഫസ്സിറുകൾ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ചില വ്യാഖ്യാനങ്ങൾ പ്രവാചകന്റെ ഉന്നതമായ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ളതുമാണ്. ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലാഹു വഹി മുഖേന സൈനബിനെ താങ്കൾ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന കാര്യം അറിയിച്ചിരുന്നു. ആ കാര്യം സെയ്ദ് ഇബ്നു ഹാരിസയോട് പ്രവാചകൻ വെളിപ്പെടുത്തിയില്ല എന്നതാണ്. പ്രവാചകൻ അത് വെളിപ്പെടുത്താതിരുന്നത്, അദ്ദേഹം വിവാഹമോചനം ചെയ്ത ശേഷം ഞാൻ സൈനബിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ദുഷ്പ്രചാരണങ്ങൾ ഉണ്ടാകും. സ്വന്തം മകന്റെ ദത്തുപുത്രന്റെ ഭാര്യയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കപടവിശ്വാസികളും ജൂതന്മാരും ബഹുദൈവാരാധകരും കുപ്രചാരണങ്ങൾ നടത്തുകയും തന്നെ താറടിച്ചു കാണിക്കുകയും ചെയ്യും എന്ന ഒരു ഭീതി പ്രവാചകനുണ്ടായിരുന്നു. അതുകൊണ്ട് പരമാവധി ആ ബന്ധം തുടർന്നു പോകണം എന്നും സെയ്ദ് സൈനബിനെ തലാഖ് ചൊല്ലാതിരിക്കുന്നിടത്തോളം കാലം ഈ പ്രതിസന്ധിയെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരില്ലല്ലോ എന്നോർത്തുകൊണ്ട് നീ പരമാവധി നിന്റെ കൂടെ തന്നെ നിർത്തുക എന്ന് പറഞ്ഞു. അതേക്കുറിച്ചാണ് വിമർശനാത്മകമായ അല്ലാഹു പറയുന്നത്, തഖ്ശന്നാസ, നീ ജനങ്ങളെ ഭയപ്പെടുന്നു. ദത്തുപുത്രന്റെ ഭാര്യയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരണം നടത്തുന്നതിന് നീ ഭയപ്പെടുന്നു. എന്നാൽ നീ ഭയപ്പെടേണ്ടത് അല്ലാഹു അഹഖു അൻ തഖ്ശാ, അല്ലാഹുവിനെയാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ദുരാചാരത്തെ, ഒരു അന്ധവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, വിപ്ലവകരമായ ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി ഒരു നിമിത്തമായി ഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ തങ്ങളുടെ ജീവിതത്തിലെ ഈ സംഭവങ്ങൾ. ആ വിഷയത്തിൽ ജനങ്ങൾ എന്ത് കരുതുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്ന വിഷയം താങ്കളെ അലോസരപ്പെടുത്തേണ്ടതില്ല. അല്ലാഹുവിന്റെ കൽപ്പന താങ്കൾ അംഗീകരിക്കുകയും ഒരു ജനത മുഴുവൻ താങ്കളെ എതിർത്താലും ശരി, ഈ അനാചാരം ഇല്ലായ്മ ചെയ്യാനുള്ള, ഈ അന്ധവിശ്വാസം സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന താങ്കൾ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഫലമ്മാ ഖളാ സെയ്ദു മിൻഹാ വതറൻ, സെയ്ദ് സൈനബുമായുള്ള ആവശ്യം എല്ലാം നിറവേറ്റിയപ്പോൾ സവ്വജ്നാകഹ, നാം സൈനബിനെ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നു. സെയ്ദ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച ശേഷം എന്ന് പറഞ്ഞാൽ തലാഖും ഇദ്ദയും കഴിഞ്ഞ ശേഷം നാം അവളെ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നു. സൈനബിനെ അല്ലാഹു വിവാഹം ചെയ്തു തന്നു. ലിക്കൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ, വിശ്വാസികൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ലാതിരിക്കാൻ വേണ്ടി, ഫീ അസ്വാജി അദ്ഇയാഹിം, അവരുടെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരുടെ വിഷയത്തിൽ, ഇദാ ഖളൂ മിൻഹുന്ന വതറൻ, അവർ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച ശേഷം, വകാന അംറുല്ലാഹി മഫ്ഊല, അല്ലാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കപ്പെടേണ്ടതാണ്. അല്ലാഹു അനുഗ്രഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യം ചെയ്ത വ്യക്തിയാണ് സെയ്ദ് എന്നാണ് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. സെയ്ദ് ഹാരിസത്ത് ബിൻ ശറാഹീൽ എന്ന കൽബ് ഗോത്രത്തിലെ ആളുടെയും മഅൻ വംശജയായ തഅലബത്തിന്റെ മകൾ സുഅദയുടെയും മകനായിരുന്നു. 8 വയസ്സ് പ്രായമായപ്പോൾ മാതാവ് പിതാവിന്റെ അടുത്ത് വിട്ടേച്ചു പോയി. പിന്നീട് ഒരു ഗോത്രം ആക്രമിച്ചപ്പോൾ ബന്ദിയായി പിടിക്കപ്പെടുകയും തായിഫിനടുത്തുള്ള ഉഖാദ് ചന്തയിൽ അടിമയായി വിൽക്കപ്പെടുകയും ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മച്ചൂനൻ ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് അദ്ദേഹത്തെ വിലക്ക് വാങ്ങുകയും മച്ചൂനിച്ചിയുടെ സേവനത്തിന് വേണ്ടി നേരുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തപ്പോൾ കൂടെ സെയ്ദുമുണ്ടായിരുന്നു. പ്രവാചകൻ സെയ്ദിൽ ആകൃഷ്ടനാവുകയും
സെയ്ദിനെ എത്തിക്ക് ചെയ്ത് മോചിതനാക്കുകയും ചെയ്തു. പിന്നീട് സെയ്ദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തുപുത്രനായി സ്വീകരിച്ചു. അതിനിടയിൽ സെയ്ദിന്റെ ബാപ്പയും പിതൃവ്യനും സെയ്ദിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മക്കയിൽ വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകരോട് പറയുന്നുണ്ട്, ഹാദ ഇബ്നുനാ ഫറുദ്ദഹു അലൈന, ഇത് ഞങ്ങളുടെ മകനാണ്, അവന് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ പ്രതികരിച്ചു, ഫഖാല അരിദു അലൈഹി ഫഇൻ ഇഖ്താറകും ഫഖുദൂഹു, അവനോട് ഈ വിഷയം പറയണം, അവൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ സെയ്ദ് പ്രവാചകന്റെയും സ്വന്തം ബാപ്പ പിതൃവ്യൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ അഖ്താറു അലൈക അഹദൻ, ഞാൻ താങ്കളെ അല്ലാതെ മറ്റാരെയും തെരഞ്ഞെടുക്കുകയില്ല, താങ്കളോടൊപ്പം കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സെയ്ദിന്റെ പിതൃവ്യൻ പറയുന്നുണ്ട്, യാ സെയ്ദ് ഇഖ്തർതൽ ഉബൂദിയ്യ അലാ അബീക വഅമ്മിക, നിന്റെ പിതാവിനെയും പിതൃവ്യനെയും വിട്ടുകൊണ്ട് നീ അടിമത്തത്തെയാണോ തെരഞ്ഞെടുക്കുന്നത്? അപ്പോൾ സെയ്ദ് പ്രതികരിച്ചു, നഅം ഹിയ അഹബ്ബു ഇലയ്യ മിൻ അൻ അകൂന ഇൻദകും, ഞാൻ നിങ്ങളുടെ കൂടെ നിലകൊള്ളുന്നതിലും ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടകരമായിട്ടുള്ളത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുവാനാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തുപുത്രനായി സെയ്ദിനെ സ്വീകരിക്കുകയും സെയ്ദ് പ്രവാചകനോടൊപ്പം വളരുകയും ചെയ്തു. പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച ശേഷം ആദ്യമായി ഇസ്ലാമിൽ വിശ്വസിച്ച കൂട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം അലി ഇബ്നു അബീ ത്വാലിബിനോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നാലാമനായി സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മാ കാന അലൻ നബിയ്യി മിൻ ഹറജിൻ ഫീമാ ഫറളല്ലാഹു ലഹു സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബ്ൽ വകാന അംറുല്ലാഹി ഖദ്റൻ മഖ്ദൂറാ. മാ കാന അലൻ നബിയ്യി മിൻ ഹറജിൻ ഫീമാ ഫറളല്ലാഹു ലഹു, പ്രവാചകന് അല്ലാഹു അനുവദനീയമായി കൽപ്പിച്ച ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രയാസവും നീരസവും ഉണ്ടാവാൻ പാടില്ല. സൈനബ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കണം എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ദത്തുപുത്രനായ സെയ്ദിന്റെ വിവാഹമുക്തയായ ഭാര്യ സൈനബിനെ വിവാഹം ചെയ്യുന്ന വിഷയത്തിൽ പ്രവാചകന് ഉണ്ടായിരുന്ന മാനസികമായ പ്രയാസത്തെ ശക്തമായി വിമർശിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഒരു പ്രയാസം അള്ളാഹു ഫർലാക്കിയ സംഗതിയിൽ പ്രവാചകൻ ഉണ്ടാകാൻ പാടില്ല. സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബ്ൽ, മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരിലുള്ള അള്ളാഹുവിന്റെ സുന്നത്താണത്, നടപടിക്രമമാണത്. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അള്ളാഹുവിന്റെ കാര്യം ഖണ്ഡിതമായ വിധിയാണ്, ആർക്കും മാറ്റാൻ കഴിയാത്ത വിധിയാണ്. എന്തായിരുന്നു ആ വിധി? ഇമാം ഇബ്നു കസീർ പറയുന്നു, ഹാദാ ഹുക്മുല്ലാഹി തആല ഫിൽ അംബിയാഇ ഖബ്ലഹു ലം യകുൻ ലിയഅ്മുറുഹും ബിശൈഇൻ വഅലൈഹിം ഫി ദാലിക ഹറജ്. പ്രവാചകന്മാരിലുള്ള അള്ളാഹുവിന്റെ ഹുക്മ്, എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ സർവാത്മന അംഗീകരിക്കുക എന്നതായിരുന്നു ആ സുന്നത്ത്. ആ സുന്നത്തിന്റെ തുടർച്ചയാണ് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അള്ളാഹു പ്രതീക്ഷിക്കുന്നത്. മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിച്ച സംഗതിയെല്ലാം അതുപോലെ തന്നെ ലോകത്ത് സംഭവിക്കും, അവൻ ഉദ്ദേശിക്കാത്തതൊന്നും നടക്കുകയുമില്ല. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ. ഒരു വിശ്വാസിയുടെ മനസ്സിൽ വിധിയെക്കുറിച്ചുണ്ടായിരിക്കേണ്ടുന്ന കൃത്യമായ സങ്കല്പമാണ് ഇവിടെ വിവരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖദറിൽ എന്തെല്ലാം നേരത്തെ നിർണിതമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട മുഴുവൻ സംഭവങ്ങളും ലോകത്ത് ഉണ്ടാകും അവന്റെ ഇറാദത്തും അവന്റെ മശീഅത്തും അനുസരിച്ചുകൊണ്ട്. അത് മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ വിശ്വാസം വിശ്വാസിയെ ധീരനും ശക്തനുമാക്കി മാറ്റും. അവനറിയാം ഏത് കടുത്ത പ്രതികൂലമായ അവസ്ഥയിലൂടെ അവൻ കടന്നുപോവുകയാണെങ്കിലും അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് മാത്രമേ ലോകത്ത് വല്ലതും നടക്കുകയുള്ളൂ. الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. എന്തായിരുന്നു മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ദൗത്യം? الذين يبلغون رسالات الله, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അവർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. വയഖ്ശൗനഹു, അവർ ഭയപ്പെടുകയും ചെയ്തിരുന്നു.
വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരെയും അവർ ഭയപ്പെട്ടിരുന്നില്ല. വകഫാ ബില്ലാഹി ഹസീബ, അവർക്ക് അല്ലാഹു മതിയായവനായിരുന്നു. അല്ലാഹു അവർക്ക് പരലോകത്ത് വെച്ച് അവരുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള കണക്ക് നോക്കുന്ന വിഷയത്തിൽ മതിയായവനായിരുന്നു. ഈ ലോകത്ത് ഏതവസ്ഥയിലും അവർക്ക് ഭരമേൽപ്പിക്കാൻ മതിയായവനായിരുന്നു. ഏത് ദുർഘടസന്ധിയിലും ഏത് കലുഷിതമായ സാഹചര്യത്തിലും എല്ലാ വാതിലുകളും അടക്കപ്പെട്ട നിലയിൽ ഒരു പരിഹാരവും കാണാതെ ഉഴലുന്ന സന്ദർഭത്തിലും അവർക്ക് അല്ലാഹു മതിയായവനാണ്. കാരണം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ. അവരുടെ ദൗത്യ നിർവഹണ വേളയിൽ ശത്രുക്കളുടെ ശത്രുത വർദ്ധിക്കുകയും ക്രൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ ഭയം അവരലട്ടിയിരുന്നില്ല. അവരുടെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന നിർബന്ധ കർത്തവ്യത്തിന്റെ നിർവഹണത്തിന് മുന്നിൽ ഒരു ശക്തിക്കും അവരെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടി ജീവൻ പോലും നൽകാൻ അവർ തയ്യാറായിരുന്നു. അതായിരുന്നു പ്രവാചകന്മാരുടെ മാതൃക. അപ്പോൾ ഈ ഒരു സാമൂഹ്യ ദുഷ്യത്തെ, ഒരു അനാചാരത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള അല്ലാഹുവിന്റെ ആ തീരുമാനത്തിൽ യാതൊരു തരത്തിലുള്ള നീരസവും പ്രകടിപ്പിക്കാതെ പൂർണ്ണമായ അനുസരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആവശ്യപ്പെടുന്നത്. സൈനബ റളിയല്ലാഹു അൻഹായെ പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചു. 10 ദിനാറും 60 ദിർഹമും വിവാഹമൂല്യമായി നൽകി. കല്യാണപ്പുടവയും സൈനബ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മറ്റ് പത്നിമാരോട് അഭിമാനപൂർവം പറയുമായിരുന്നുവത്രേ, സവ്വജകുന്ന അഹാലികുന്ന, നിങ്ങളെയൊക്കെ നിങ്ങളുടെ കുടുംബക്കാരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം കഴിച്ച് കൊടുത്തത്. എന്നാൽ വസവ്വജനില്ലാഹു തആല മിൻ ഫൗഖ് സബ്അ സമാവാത്, 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അല്ലാഹുവാണ് എന്നെ പ്രവാചകന് കല്യാണം കഴിച്ചു കൊടുത്തത്. വിശുദ്ധ ഖുർആനിൽ അടിമയായ സെയ്ദിന്റെ നാമം രേഖപ്പെടുത്തപ്പെട്ടപ്പോ ഒരു മഹാൻ പറഞ്ഞതുപോലെ ഫകാന ഇസ്മുഹു ഖുർആനൻ യുത്ലാ ഫിദ്ദുനിയാ വൽ ആഖിറത്തി അലാ അൽസിനത്തിൽ ബശരി വൽ മലായിക, ദുനിയാവിലും ആഖിറത്തിലും വെച്ച് ഖുർആൻ മലാഖമാരുടെയും മനുഷ്യരുടെയും നാവിലൂടെ പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം മഹാനായ സെയ്ദിന്റെ നാമം സ്മരിക്കപ്പെടും. കേവലം ഒരടിമയായ ഒക്കാത് ചന്തയിൽ വിൽക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യന്റെ നാമമാണ് സഹാബാ കിറാമിന്റെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ തിളങ്ങി നിൽക്കുന്നത്. മർദ്ദിതരുടെയും പീഡിതരുടെയും അടിമകളുടെയും മോചനത്തിന് വേണ്ടി രംഗപ്രവേശം ചെയ്ത ഇസ്ലാം എന്ന മഹത്തായ ആദർശത്തിന്റെ ഉന്നതമായ നിദർശനമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ മനുഷ്യ വിമോചനത്തിന് വേണ്ടി അവതീർണമായ ഗ്രന്ഥമാണ്. മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അടിമത്തത്തിലേക്ക് മനുഷ്യ മക്കളെ പിടിച്ചുവെത്താൻ വേണ്ടി അവതീർണമായി ഗ്രന്ഥത്താളുകളിൽ ആ അടിമയുടെ പേരെന്നും നിലനിൽക്കും. നമ്മുടെ ചുണ്ടുകളിലൂടെ വീണ്ടും വീണ്ടും നാം അത് പാരായണം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.